നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കഴിഞ്ഞ മത്സരത്തിൽ ഓൾഡ് ട്രാഫോർഡിൽ വെച്ച് 3-0 ഒരു കനത്ത പരാജയമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ബോർമൗത്തിനെതിരെ നേരിടേണ്ടി വന്നത്. ഇപ്പോൾ അമോറിം വന്നതിന് ശേഷം ചില പോസിറ്റീവായിട്ടുള്ള പാറ്റേൺസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. ഒഫെൻസീവ്ലി സ്റ്റാറ്റൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 23 ചാൻസുകൾ, 7 ഷോട്ട് ഓൺ ടാർഗറ്റ്, 60% പൊസിഷൻ, എന്നിട്ട് പോലും ഒരു ഗോൾ അടിക്കാൻ വിഷമിക്കുന്ന ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിനെയാണ് നമ്മൾ കണ്ടത്. ഒഫെൻസീവ്ലി സിക്സെ ആണ് ഒരു ടാർഗറ്റ് മാനായിട്ട് കളിയിൽ ഇറങ്ങിയത്. മലാസിയ ടീമിലേക്ക് ഇറങ്ങി വന്നു. ചാൻസുകളും ഒരു ത്രെട്ടനിങ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസിന്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. പുള്ളിക്ക് കുറച്ച് ചാൻസുകൾ ഉണ്ടായിരുന്നു. പല ഷോട്ടുകളും ടാർഗറ്റിൽ പോലും എത്താതെ പുറത്തേക്ക് പോയി. അമാദിന് 2-3 ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പുള്ളി പല ഷോട്ടുകളും പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. അപ്പോൾ ബാക്കി വന്ന ടാർഗറ്റ് ഷോട്ടൊക്കെ കെപ്പയുടെ 2 കിഡിലം സേവ്സ് ഒക്കെ എടുത്തു പറയേണ്ടതാണ്. നമ്മൾ ബോർമൗത്തിന്റെ ഡിഫൻസിന് ക്രെഡിറ്റ് കൊടുത്തേ മതിയാവൂ. അവർ കളിയിൽ പിടിച്ചു നിന്നു എന്ന് പറയേണ്ടി വരും. എന്നാൽ തങ്ങൾക്ക് കിട്ടിയ ചാൻസുകൾ കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്യാനും അവരെ കൊണ്ട് സാധിച്ചു. 29-ാമത്തെ മിനിറ്റിൽ ഒരു സെറ്റ് പീസിൽ നിന്ന് ചാൻസ് വരുന്നു. ഇവിടെ സിക്സി ഹൈസനെ മാർക്ക് ചെയ്യേണ്ടതാണ്. പക്ഷേ പുള്ളിയുടെ ഒരു ഫ്രീ ഹെഡറാണ് നമ്മൾ കണ്ടത്. ഒനാനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അത് ഫാർ കോർണറിൽ പോയി. അങ്ങനെ 1-0 ലീഡിലേക്ക് ബോർമൗത്ത് എത്തുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് പഴയ പല്ലവി തന്നെയാണ്. ഫൈനൽ തേർഡിലേക്ക് വരുന്നു, ബോൾ ബോക്സിലേക്ക് ഇടുന്നു, കണക്ട് ചെയ്യാൻ ആരുമില്ല. കിട്ടിയ ഷോട്ടുകൾ പുറത്തു പോകുന്നു. ബാക്കിയുള്ള ഷോട്ടുകൾ കെപ്പ സേവ് ചെയ്യുന്നു. ഈ ഒരു സിറ്റുവേഷൻ റിപ്പീറ്റ് ചെയ്യുന്നതാണ് കളിയിലുടനീളം നമ്മൾ കണ്ടത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഞാൻ വിചാരിച്ചു ഹോലാൻഡൊക്കെ വരാനുണ്ട്, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, യുണൈറ്റഡ് കളിയിലേക്ക് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. വീണ്ടും ബോർമൗത്ത് ആണ് സ്ട്രൈക്ക് ചെയ്തത്. ഇവിടെ ക്ലൈവേർട്ടിന്റെ ലെഫ്റ്റ് വിങ്ങിലൂടെയുള്ള ഒരു മൂവ്മെന്റ്. ഇപ്പോൾ സ്ലൈഡിങ് ടാക്കിളൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം അത് ഇഞ്ച് പെർഫെക്റ്റ് ആയിരിക്കണം. എസ്പെഷ്യലി 18 യാർഡ് ബോക്സിനകത്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹിറ്റ് ഓർ മിസ് സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ മസുറായിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നു. പുള്ളി ക്ലൈവേർട്ടിനെ ഫോളോ ചെയ്യുന്നു. പെനാൽറ്റി വന്നു. വളരെ ഈസി ആയിട്ട് ക്ലൈവേർട്ട് 60-ാം മിനിറ്റിൽ രണ്ടാമത്തെ ഗോളും കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ കാണുന്നത് 3 മിനിറ്റിനുള്ളിൽ സെമീനോ മറ്റൊരു ഗോളും കൂടി അടിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു കട്ട് ബാക്ക് ചെയ്ത് ബോൾ ബോക്സിലേക്ക് ഇടുന്ന ഒരു ടാപ്പിൻ ചാൻസ് പോലെ ആയിരുന്നു. ഒനാനക്കത് സേവ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 3-0 ലീഡിലേക്ക് 63-ാമത്തെ മിനിറ്റിൽ ബോർമൗത്ത് എത്തുകയാണ്. ഈ സമയത്ത് ഒരു റെസ്പോൺസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ആ റെസ്പോൺസ് കൺവേർട്ട് ചെയ്യാൻ യുണൈറ്റഡിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ റാഷ്ഫോർഡിന്റെ സിറ്റുവേഷൻ നമുക്കറിയാം. ഇപ്പോൾ ഒരു റൂമർ കേൾക്കുന്നത് ഹൈ വേജ് ബില്ലുള്ള, അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാത്ത പല പ്ലേയേഴ്സിനെയും കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് പതുക്കെ പുറത്തേക്ക് കളയാനുള്ള ഒരു ആലോചന യുണൈറ്റഡിന്റെ ബോർഡിന്റെ സൈഡ് നടക്കുന്നു എന്നുള്ള റൂമർ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ റാഷ്ഫോർഡ് ഇല്ലെങ്കിൽ പിന്നെ ആര്? ഇപ്പോൾ ജനുവരി വിൻഡോയിൽ പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവരുമോ? കാരണം ഈ പ്ലേയേഴ്സിനെ വെച്ചിട്ട് ഒഫെൻസീവ്ലി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ടാർഗറ്റാണ്. സെക്കൻഡ് ഹാഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഗർനാച്ചോ വന്നു സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ. പുള്ളിക്ക് ഒരു 1-on-1 ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗർനാച്ചോ ആണ് 1-on-1 ചാൻസ് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് പുള്ളി പലപ്പോഴും മിസ് ചെയ്യുന്ന ഒരു ചാൻസ് ആണ്. കെപ്പക്ക് ഡയറക്റ്റ് ആയിട്ട് അടിച്ചു കൊടുത്തു. അതുപോലെ കെപ്പയുടെ ഹോലാൻഡിന്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, പുള്ളി അത് സേവ് ചെയ്തു. അങ്ങനെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഗോൾ കീപ്പർ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത്. കളി അവസാനിക്കുമ്പോൾ 3-0 ലീഡോടെ ബോർമൗത്ത് വിജയിക്കുകയും ചെയ്തു. എംബാരസിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അമോറിം പല പാറ്റേൺസും ട്രൈ ചെയ്യുന്നുണ്ട്. ചില പോസിറ്റീവ് ചേഞ്ചസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ പ്ലേയേഴ്സ് ഗുഡ് ഇനഫ് ആണോ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ മിഡ്ഫീൽഡ് കുറച്ച് സ്റ്റേബിൾ ആയിട്ട് വരുന്നു എന്നുള്ള വാർത്തയൊക്കെ 2 മത്സരങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടിരുന്നു. ഡിഫൻസിൽ മഗ്വയറൊക്കെ തിരിച്ചു വന്നു. മഗ്വയറിന്റെ ഒരു ബ്രില്യൻ പെർഫോമൻസ് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടു. പക്ഷേ എന്തായാലും ഇനി റീബിൽഡ് കണ്ടിന്യൂ ചെയ്യട്ടെ. ജനുവരി വിൻഡോയിലും ഇനി വരാൻ പോകുന്ന സമ്മർ വിൻഡോയിലും പുതിയ പ്ലേയേഴ്സ് ടീമിലേക്ക് വന്നുകൊണ്ട് നമ്മൾ സ്പോർട്ടിങ്ങിന്റെ സൈഡിലൊക്കെ കണ്ട ആ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ഒരു ക്ലിനിക്കൽ ആയിട്ടുള്ള 1-2 പ്ലേയേഴ്സ് അറ്റാക്കിംഗ് മിഡിലും അതുകൂടാതെ ഫൈനൽ തേർഡിലും വരേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.
താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.